റാൻഡമായിട്ട് ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്തപ്പോൾ കണ്ടൊരു വീഡിയോ ആണ് കേട്ടോ. ഒരു 16 വയസ്സുകാരനായ കുട്ടിയെ, ഒരു ആൺകുട്ടിയെ അവരുടെ ടീച്ചർ മുംബൈയിൽ പല പല സ്ഥലങ്ങളിൽ കൊണ്ട് പീഡിപ്പിച്ചു എന്നുള്ള വാർത്തയാണ്. 24 ന്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വാർത്തയാണ്. അപ്പോൾ കേൾക്കുമ്പോൾ തന്നെ വളരെ സങ്കടമുള്ളൊരു വാർത്തയാണ്. അങ്ങനെയൊന്നും ഒരിക്കലും നടക്കാൻ പാടില്ല. അറിവ് പകർന്നു കൊടുത്ത് നേരായ വഴി നയിക്കേണ്ട ഒരു ടീച്ചറുടെ ഭാഗത്ത് നിന്ന് ആ കുട്ടിക്ക് അങ്ങനെ ഉണ്ടായത് വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ നമ്മുടെ പ്രബുദ്ധ മലയാളികൾ ഇട്ടിരിക്കുന്ന ചില കമൻസ് ആണ് കേട്ടോ ഇത്. അതും മിക്കവരും ആണുങ്ങൾ തന്നെയാണ്. ലേഡീസ് ഒന്നോ രണ്ടോ പേരെ ഇങ്ങനെ നെഗറ്റീവ് കമൻസ് ഇട്ടത് ഞാൻ കണ്ടിട്ടുള്ളൂ, ഉണ്ടാവാം, കാണാത്തതായിരിക്കാം. ഇപ്പോഴും ഒരു സെക്ഷൽ അസോൾട്ടിന് വിക്ടിം ഒരു മെയിലാണെങ്കിൽ അതൊരു ജോക്കായിട്ടും അല്ലെങ്കിൽ ഇതൊക്കെ ഒരു വലിയ കാര്യമാണോ, ഇതൊക്കെ എൻ്റെ കിട്ടണമായിരുന്നു, ഞാൻ പൊളിച്ചേനേന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് ഇപ്പോഴും ഈ 2025 നമ്മുടെ ഇടയിലുള്ളത്. സെക്ഷൽ അസോൾട്ട് ഇറസ്പെക്റ്റീവ് ഓഫ് ജെൻഡർ ആരാണോ ഫേസ് ചെയ്യുന്നത് അത് അത്ര ഗ്രാവിറ്റിയിൽ എടുക്കേണ്ട കാര്യമാണ്. ആൻഡ് റേപ്പ് ജോക്സ് ആർ നോട്ട് ഫണി. ഇങ്ങനെ അസോൾട്ട് നേരിടുന്ന ആൾക്കാർക്ക് വേണ്ടുന്ന സപ്പോർട്ടും കാര്യങ്ങളുമാണ് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും ഇവോൾവ് ആയിട്ടുള്ള സൊസൈറ്റിയാണ് നമ്മൾ. ബംഗാളികളെയോ അല്ലെങ്കിൽ നോർത്തിലുള്ള ആൾക്കാരെയോ വെച്ച് നോക്കുമ്പോൾ മലയാളികൾ ഭയങ്കര ഇവോൾവ് ആണെന്നൊക്കെ സ്വന്തം ചിന്തിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ് മലയാളികൾ പ്രത്യേകിച്ച്. എന്നിട്ട് പോലും നമ്മുടെ മലയാളം ഒരു കമൻറ്റ് ബോക്സിൻ്റെ അടിയിൽ വന്ന് കിടന്ന് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ആൾക്കാർ. ആൻഡ് എനിക്കറിയില്ല, ഈ പല ആൾക്കാരും ഇനിയിപ്പോൾ ഇവരുടെ ഫാമിലിയിലുള്ള നാളെ ഇവരുടെ മക്കൾക്കോ അല്ലെങ്കിൽ ഇവരുടെ സഹോദരന്മാർക്കോ ഇവർക്ക് തന്നെയോ ഇങ്ങനെ എന്തെങ്കിലും ഫേസ് ചെയ്താലും അവർ ഇങ്ങനെ തന്നെയാണോ എടുക്കുക എന്ന് അറിയില്ല. ഇങ്ങനെയുള്ള ഇൻസെൻസിറ്റീവ് റിയാക്ഷൻ ഉള്ളതുകൊണ്ടാണ് ഇന്നും സെക്ഷൽ അസോൾട്ട് വിക്ടിംസ് ആയിട്ടുള്ള മെയിൽ വിക്ടിംസ് അത് തുറന്നു പറയാനൊക്കെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുള്ളതും ആ ഒരു ട്രോമയായിട്ട് അത് മുന്നോട്ട് പോവുകയും ചെയ്യുന്നതിന് മെയിൻ കാരണം ഇങ്ങനത്തെ ഇൻസെൻസിറ്റീവ് കമൻസും ആൾക്കാർ എന്ത് ചിന്തിക്കും എന്നുള്ള ഒരു കാര്യവും കൊണ്ട് മാത്രമാണ്. എന്നാണോ റേപ്പ് ജോക്സ് ആർ നോട്ട് ഫണി, ഇറസ്പെക്റ്റീവ് ഓഫ് ദ ജെൻഡർ, സെക്ഷൽ അസോൾട്ട് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ക്രൈം ആണ് എന്ന് ആൾക്കാർ തിരിച്ചറിയുന്ന ഒരു കാലം ഇനിയെങ്കിലും വരണം. ഇവിടെയാണ് സെക്സ് എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളത് ആൾക്കാർ മനസ്സിലാക്കിയാൽ നല്ല കാര്യമായിരുന്നു.